رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم ولا تأكلوا مما لم يذكر اسم الله عليه وإنه لفسق وإن الشياطين ليوحون إلى أوليائهم ليجادلوكم وإن أطعتموهم إنكم لمشركون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ടും അവൻ്റെ വിധിവിലക്കുകൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിച്ചും ശ്രദ്ധിച്ചും സൂക്ഷിച്ചും ജീവിക്കുവാൻ പരിശ്രമിക്കണമെന്ന് അർഹതക്കനുസൃതമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. വിശുദ്ധ ഖുർആൻ സൂറത്തു അൻആമിൻ്റെ 121-ാമത്തെ ആയത്താണ് ആമുഖമായി ഞാൻ ഓതിവെച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ അടിസ്ഥാനപരമായ ഒരു വിഷയം നമ്മളെ അവിടെ പഠിപ്പിക്കുകയാണ്. ആയത്തിങ്ങനെയാണ്. അല്ലാഹു പറഞ്ഞു, വലാ തഅകുലു മിമ്മ ലം യുദ്കർ ഇസ്മുല്ലാഹി അലൈഹി. അല്ലാഹുവിൻ്റെ നാമം ഉച്ചരിക്കാതെ അറുക്കപ്പെട്ടത്, അല്ലെങ്കിൽ അല്ലാഹുവിൻ്റെ നാമം ഉച്ചരിക്കാത്തത്. വലാ തഅകുലു, നിങ്ങൾ അത് തിന്നരുത്. പടച്ചവന്റെ നാമത്തിൽ അറുക്കപ്പെടാത്തത് അത് നിങ്ങൾ തിന്നരുത്. വഇന്നഹു ലഫിസ്ഖുൻ, നിശ്ചയമായിട്ടും അത് ഫിസ്ഖാണ്, അധർമ്മമാണ്. വഇന്ന ശയാത്തീന ലയൂഹൂന ഇലാ ഔലിയാഇഹിം, ശൈത്താന്മാര് അവരുടെ മിത്രങ്ങൾക്ക് വഹയ്യ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, സന്ദേശം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ലിയുജാദിലൂക്കും, നിങ്ങളോട് തർക്കിക്കുന്നതിനു വേണ്ടി. വഇൻ അതഅ്തുമൂഹും, നിങ്ങളെങ്ങാനും അവരെ അനുസരിച്ച് പോവുകയാണെങ്കിൽ, ഇന്നക്കും ലമുശ്രികൂൻ, നിശ്ചയമായിട്ടും നിങ്ങൾ ശിർക്ക് ചെയ്യുന്നവരിൽ പെട്ടവരായിട്ട് മാറും. ഇതാണ് ആയത്ത് സംസാരിക്കുന്നത്. എന്താണ് ഈ വിഷയം? ഒന്നാമത് അല്ലാഹ് പറഞ്ഞത് വലാ തഅകുലു, നിങ്ങൾ തിന്നരുത്, മിമ്മ, യാതൊന്നിൽ നിന്ന്, ലം യുദ്കർ ഇസ്മുല്ലാഹി അലൈഹി, അള്ളാഹുവിൻ്റെ നാമം സ്മരിക്കാത്തതാണത്, അഥവാ ദൈവനാമത്തിൽ അറക്കപ്പെടാത്തതാണത്. അങ്ങനെ നിങ്ങൾ ഭക്ഷിച്ചാൽ വഇന്നഹു ലഫിസ്ഖുൻ, അത് അധർമ്മമാണ്, ഫിസ്ഖാണ്, പാപമാണ്. അപ്പൊ അറക്കാത്തതിനെ, റബ്ബിന്റെ നാമത്തിൽ അറക്കപ്പെടാത്തതിനെ തിന്നുക എന്ന് പറഞ്ഞാൽ അത് എന്താണ്? പാപമാണ്. എന്താണ് ഇവിടെ ഉദ്ദേശിച്ചത്? അറക്കപ്പെടാത്തത് കൊണ്ട് ഉദ്ദേശിച്ചത് എന്താ? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വിശദീകരിച്ചു തന്നു. വലാ തഅകുലു മിമ്മ ലം യുദ്കർ ഇസ്മുല്ലാഹി അലൈഹി എന്ന് പറഞ്ഞത് ഹിയൽ മയ്ത, അത് മയ്യത്താണ്, ശവമാണ്. അപ്പൊ ശവത്തെ പറ്റിയിട്ടാണ് അള്ളാഹു പറയുന്നത്. അള്ളാന്റെ നാമം സ്മരിച്ചുകൊണ്ട് അറക്കപ്പെടാത്തത് ശവം, അത് നിങ്ങൾ തിന്നരുത്. അത് തിന്നാൽ ഫിസ്ഖാണ്, പാപമാണ്, അധർമ്മമാണ്. എന്നാൽ രണ്ടാമതല്ല പറയുന്നത് വഇന്ന ശയാത്തീൻ, എന്നാൽ നിശ്ചയമായിട്ടും പിശാചുക്കൾ ലയൂഹൂന ഇലാ ഔലിയാഇഹിം, അവന്റെ ഔലിയാക്കന്മാർക്ക് അഥവാ അവന്റെ മിത്രങ്ങൾക്ക് ശൈത്താൻ എന്ത് ചെയ്യുന്നു? ശൈത്താന്മാരെന്ത് ചെയ്യുന്നു? ലയൂഹൂന, വഹയ്യ് കൊടുക്കുന്നു, അഥവാ അവർക്ക് സന്ദേശം കൊടുക്കുന്നു. എന്തിനു വേണ്ടി? ലിയുജാദിലൂക്കും, നിങ്ങളോട് തർക്കിക്കാൻ. അഥവാ ശവം തിന്നാതെ മാറി നിൽക്കുന്നവർ, അല്ലാഹു സുബ്ഹാനഹു വ തആല
ശവം ഹറാമാക്കിയിട്ടുണ്ട്, ഞങ്ങൾക്കത് ഭക്ഷിക്കാൻ പാടില്ല എന്ന് പറയുന്ന ആളുകളോട് തർക്കിക്കുവാൻ വേണ്ടി പിശാജിന്റെ മിത്രങ്ങൾക്ക് അഥവാ മുസ്ലിങ്ങൾക്കെതിരെ നിൽക്കുന്ന മുശ്രിക്കുകൾക്ക് വഹ്യി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. വഇൻ അതഅ്തുമൂഹും, അവർ തർക്കിക്കുന്ന വിഷയത്തിൽ, അവരുടെ ന്യായവാദത്തിൽ നിങ്ങൾ അവരെ അനുസരിച്ചാൽ ഇന്നഹും ലമുശ്രികൂൻ, നിശ്ചയമായിട്ടും നിങ്ങൾ മുശ്രിക്കായിട്ട് മാറും, ശിർക്ക് ചെയ്തവരായിട്ട് മാറും. ഇതാണ് ആയത്ത് സംസാരിക്കുന്നത്. നമ്മളൊക്കെ രണ്ട് കാര്യമാണ്. ഒന്ന്, ശവം തിന്നുന്നതിന്റെ വിധി പറഞ്ഞു, എന്താണ്? ഹറാമാണ്, ഇത്രയാണ് ആ വിധി. എന്നാൽ ആ ഹറാമ് ചെയ്യാൻ ഉന്നയിക്കപ്പെടുന്ന ന്യായവാദം സ്വീകരിച്ചാൽ ശിർക്കുമാണ്. ഇതാണ് ആയത്ത് പഠിപ്പിക്കുന്നത്. ഹറാമ് ചെയ്യാൻ മനുഷ്യന്മാർ ശൈത്താന്മാരുടെ പ്രേരണക്ക് വിധേയമാക്കി സൃഷ്ടിക്കുന്ന ന്യായവാദങ്ങൾ നിങ്ങൾ സ്വീകരിച്ചാൽ നിങ്ങൾ മുശ്രിക്കായിട്ട് മാറും. എന്താണ് ആ ന്യായവാദം? മക്കയിലെ മുശ്രിക്കുകൾ പറഞ്ഞിരുന്ന ന്യായവാദം, അത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത് തഫ്സീറുകളിൽ കാണാം. അദ്ദേഹം പറഞ്ഞു, ഇന്ന ശയാത്തീന ലയൂഹൂന ഇലാ ഔലിയാഇഹിം. ആ ആയത്തിനെ വിശദീകരിച്ചു. ശൈത്താൻ അവന്റെ മിത്രങ്ങൾക്ക് വഹ്യി കൊടുക്കാണ്. എന്ത് വഹ്യാ കൊടുക്കുന്നത്? യഖൂലൂന, അവര് മുസ്ലിങ്ങളോട്, മക്കയിലെ മുശ്രിക്കുകൾ ശൈത്താൻ കൊടുത്ത വഹ്യിന്റെ അനുസരിച്ച് അവർ സംസാരിച്ചു, തർക്കിച്ചു. എന്താ അവര് പറഞ്ഞത്? മാ ദഹബല്ലാഹു ഫലാ തഅകുലൂഹു, അല്ലാഹു അറുത്തതിനെ അല്ലെങ്കിൽ അല്ലാഹ് കൊന്നതിനെ നിങ്ങൾ തിന്നില്ല. വമാ ദഹബ്തും അൻതും ഫഖുലൂഹു, എന്നാൽ നിങ്ങൾ അറുത്തതിനെ, നിങ്ങൾ കൊന്നതിനെ നിങ്ങൾ തിന്നുകയും ചെയ്യും. ഇതാണ് അവർ പറഞ്ഞ ന്യായം. നോക്കൂ, ശവം എന്ന് പറഞ്ഞാൽ എന്താ? അല്ലാഹ് കൊന്നതാണ് അല്ലെങ്കിൽ അല്ലാഹു അറുത്തതാണ്, അത് നിങ്ങൾക്ക് തിന്നാൻ പറ്റൂല. നിങ്ങൾ അറുത്തത് നിങ്ങൾ തിന്നുകയും ചെയ്യും. ഇങ്ങനെ മക്കാ മുശ്രിക്കുകൾ ചില ന്യായങ്ങൾ പറഞ്ഞിരുന്നു മുസ്ലിമീങ്ങൾ ശവം തിന്നുന്നതിന് വേണ്ടി. കാരണം മക്കയിലെ മുശ്രിക്കുകൾ ശവം ഹലാലാണ് എന്ന നിലക്ക് തിന്നിരുന്ന ആളുകളാണ്. മുസ്ലിങ്ങൾക്കോ ശവം ഹറാമാണെന്ന് പ്രഖ്യാപിക്കപ്പെട്ടത് മക്കാ മുശ്രിക്കുകൾക്ക് ഇഷ്ടായില്ല. അപ്പൊ മക്കാ മുശ്രിക്കുകൾ മുസ്ലിങ്ങളോട് തർക്കിക്കാണ്. ആ തർക്കിക്കുന്നത് എന്താ? അല്ലാഹ് കൊന്നതിനെ, ശവത്തെ നിങ്ങൾക്ക് തിന്നാൻ പറ്റൂല അല്ലെ, നിങ്ങൾ കൊന്നതിനെ നിങ്ങൾ തിന്നും, ഇതെന്ത് ന്യായാണ് എന്ന് പറഞ്ഞ് മക്കയിലെ മുശ്രിക്കുകൾ യുക്തിവാദപരമായ സമീപനം സ്വീകരിച്ചു. അപ്പൊ അല്ലാഹ് പറയാ, മക്കയിലെ മുശ്രിക്കുകൾ നിങ്ങളോട് അത് പറഞ്ഞല്ലോ, നിങ്ങളങ്ങാനം ശവത്തെ ഭുജിച്ചാൽ, ശവത്തെ നിങ്ങൾ ഭുജിച്ചാൽ അത് ഫിസ്കാണ്, പാപമാണ്, ഹറാമാണ്. ഇനി ആ ശവഭോജനത്തിന് വേണ്ടി മക്കയിലെ മുശ്രിക്കുകൾ പറയുന്ന ന്യായം നിങ്ങൾ സ്വീകരിച്ചാൽ നിങ്ങൾ മുശ്രിക്കുവാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. ഞാൻ പറയുന്നത് ഇവിടെ രണ്ട് കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഒന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രണ്ട് വിധിയാക്കി തന്നെയാണ് ഇതിനെപ്പറ്റി പറഞ്ഞത്. അല്ലാഹ് ഹറാമാക്കിയ ഒരു കാര്യം നമ്മൾ ചെയ്താൽ, അല്ലാഹ് ഹറാമാക്കിയ ഒരു കാര്യം നമ്മൾ ചെയ്താൽ അത് ഫിസ്കാണ്, പാപാണ്, അധർമാണ്. അതിന്റെ അപ്പുറത്ത് നമ്മൾ ഫാസിഖായി, പാപിയായി, തെമ്മാടിയായി, ഇതാണ് അതിന്റെ വിധി വരുന്നത്. പക്ഷേ അല്ലാഹു ഹറാമാക്കിയ ഒരു കാര്യത്തെ ഹലാലാക്കുന്നതിന് വേണ്ടി ഇവിടെ കുറെ ന്യായവാദങ്ങൾ ഈ സമുദായത്തിൽ കേൾക്കും. ആ ന്യായവാദങ്ങൾ സ്വീകരിച്ചാലോ നിങ്ങൾ എന്തായി? നിങ്ങൾ മുശ്രിക്കുകളായിട്ട് മാറും. അഥവാ ഹലാലും ഹറാമും തീരുമാനിക്കാനുള്ള അവകാശം റബ്ബിന് മാത്രമാണ് എന്നത് മുസ്ലിമിന്റെ വിശ്വാസത്തിൽപ്പെട്ടതാണ്. അല്ലാഹ് ഹറാമാക്കിയ കാര്യം മറ്റൊരാൾക്ക് ഹലാലാക്കാൻ അനുവാദമുണ്ട് എന്ന് ഒരാൾ മനസ്സിലാക്കിയാൽ, ഒരാൾ വിചാരിച്ചാൽ അവൻ പാപിയല്ല, മറിച്ച് അവൻ മുശ്രിക്കാണ് എന്നതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇസ്ലാം കൃത്യമായി മനുഷ്യനെ ബോധ്യപ്പെടുത്തുന്ന കാര്യത. മതപരമായ നിയമങ്ങൾ പറയാൻ ആർക്കാണ് അവകാശം? അല്ലാഹുവിന് മാത്രമാണ് അവകാശം. മതപരമായ നിയമങ്ങൾ മറ്റാർക്കെങ്കിലും സംസാരിക്കാൻ അവകാശമുണ്ടെങ്കിൽ എന്ന് നമ്മൾ കരുതിയാൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു അവകാശം വകവെച്ചു കൊടുത്താൽ അവർ മുശ്രിക്കുകളാണ് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇത് ഇന്നും ബാധകാണ്. നമ്മളൊരു ഹറാമ് ചെയ്യുന്നത് പോലെയല്ല, അല്ലാഹ് ഹറാമാക്കിയ കാര്യങ്ങളെ ഹലാലാക്കുന്നതിന് വേണ്ടി ചില ആളുകൾ പടച്ചുവിടുന്ന ന്യായങ്ങൾ നമ്മൾ സ്വീകരിച്ചാൽ കാര്യങ്ങൾ വ്യത്യാസമായി.
സാധാരണ ഒരു പാപിയല്ല പിന്നെ നമ്മൾ. ഗുരുതരമായ പാപം ശിർക്ക്, അത് പേറേണ്ടി വരും. അതുകൊണ്ടാണ് മതം ആരിൽ നിന്ന് സ്വീകരിക്കണം, ഏത് സ്വഭാവക്കാരിൽ നിന്ന് സ്വീകരിക്കണം എന്നത് വളരെ കണിശമാണ് ഇസ്ലാമിന്. സലഫുകൾ അങ്ങനെയായിരുന്നു. ആരിൽ നിന്ന് മതം സ്വീകരിക്കണമെന്നത് വളരെ കണിശമായി അവര് അതിന്റെ രീതികൾ നിലനിർത്തിയിരുന്നു. ദീനല്ലേ പറയണേ, നല്ല കാര്യമല്ലേ പറയണേ എന്ന് പറഞ്ഞിട്ട് എല്ലാവരിൽ നിന്നും സ്വീകരിക്കാൻ പറ്റൂല. എല്ലാവരിൽ നിന്നും സ്വീകരിക്കാൻ പറ്റില്ല. നോക്കൂ, ഇമാം ഇബ്നു സിരീൻ റഹിമഹുല്ലാഹ്, അദ്ദേഹത്തെ തൊട്ട് നിവേദനം ചെയ്യപ്പെടുന്ന ഒരു റിവായത്തിൽ കാണാം. എന്താ? ഇസ്മാഈൽ ഇബ്നു സക്കരിയ്യ അദ്ദേഹം പറയുകയാണ്, അൻ ആസിമിൽ നിന്ന് ഉദ്ധരിക്കുകയാണ്, അൻ ഇബ്നു സിരീൻ ഖാല, ഇമാം ഇബ്നു സിരീൻ പറഞ്ഞതായിട്ട് ഉദ്ധരിക്കുകയാണ്, കാന ഫീ സമനിൽ അവ്വൽ, ആദ്യ കാലഘട്ടങ്ങളിൽ ആയിരുന്നു, അന്നാസ് ജനങ്ങളായിരുന്നു, ലാ യസ്അലൂന അനിൽ ഇസ്നാദ്, സനദ് ചോദിക്കാത്തവരായിരുന്നു. ആദ്യകാലക്കാരായ ജനങ്ങൾ അല്ലെങ്കിൽ ആദ്യകാലക്കാർ എങ്ങനെയുള്ള സ്വഭാവമായിരുന്നു? നബിയിൽ നിന്നൊരു ഹദീസ് പറഞ്ഞ കേട്ടാൽ സനദ് അവർ ചോദിക്കൂല. സനദ് ഉണ്ടല്ലോ, അതിന്റെ പരമ്പര അവർ ചോദിക്കില്ല. ഹത്താ വഖഅത്തിൽ ഫിത്ന, ഫിത്നയുടെ സമയമാകുന്നത് വരെ അങ്ങനെയായിരുന്നു. ഫിത്ന പൊട്ടിപ്പുറപ്പെടുന്നത് വരെ ആദ്യകാലത്തെ മുസ്ലിമീങ്ങൾ എന്ത് ചെയ്തിരുന്നു? നബി ഇന്നത് പറഞ്ഞു എന്ന് പറഞ്ഞാൽ സനദ് ചോദിക്കില്ല. സനദ് ചോദിക്കേണ്ട ആവശ്യമില്ല. കാരണം പറഞ്ഞത് സ്വഹാബിയോ താബിയോ ആയിരിക്കും. അതിന്റെ താഴേക്ക് പോകാറില്ല. സഹാബി ആയിരിക്കും പറഞ്ഞുതരിക. അതുകൊണ്ട് സഹാബിനോട് സനദ് ചോദിക്കേണ്ട ആവശ്യമില്ല. സഹാബിയോട് സനദ് ചോദിക്കണ്ട. എന്നാ ഫിത്ന വ്യാപിച്ചു കഴിഞ്ഞപ്പോഴോ, ഫലമ്മ വഖഅത്തിൽ ഫിത്ന, ഫിത്നയുടെ സമയമായി കഴിഞ്ഞപ്പോൾ, സഅലു, അവർ ചോദിച്ചു, അനിൽ ഇസ്നാദ്, എന്തൊരു കാര്യം നബിയിൽ നിന്ന് പറഞ്ഞാലും സനദ് പറയണം എന്ന് പറയും. ആരിൽ നിന്ന്? ഏത് സഹാബിയിൽ നിന്ന് ഏത് താബിഈ കേട്ടു, ആ താബിയിൽ നിന്ന് ഏത് തബഉ താബിഈ കേട്ടു എന്ന സനദ് മുസ്ലിമീങ്ങൾ അന്വേഷിക്കാൻ തുടങ്ങി. എന്നിട്ട് അദ്ദേഹം പറയാ, അങ്ങനെ അന്വേഷിച്ചിട്ട് എന്ത് ചെയ്തു? ലാ യുഹദ്ദസ ഹദീസു അഹ്ലി സുന്ന, അഹ്ലി സുന്നയുടെ ഹദീസുകൾ അവർ പറയാൻ തുടങ്ങി. വയുത്റക ഹദീസു അഹ്ലുൽ ബിദ്അ, അഹ്ലുൽ ബിദ്അയുടെ ബിദ്അത്തിന്റെ ആളുകളുടെ ഹദീസുകൾ അവർ തള്ളാനും തുടങ്ങി, അവർ ഉപേക്ഷിക്കാനും തുടങ്ങി. അപ്പൊ മതം സ്വീകരിക്കുന്നതിനൊരു തർത്തീബുണ്ട്. അഹ്ലുൽ ബിദ്അയുടെ ആളുകളിൽ നിന്ന് ഒരാൾ മതം കേൾക്കാനും സ്വീകരിക്കാനും പാടില്ല. നമ്മുടെ കാലത്ത് പറഞ്ഞാൽ അതൊക്കെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമായിരിക്കും. ആര് പറയുന്നതും കേൾക്കണം. നമ്മുടെ വിശാലമായ ഒരു ജനാധിപത്യ ഡെമോക്രാറ്റിക് കൾച്ചർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആര് പറയുന്നതും നമ്മൾ കേൾക്കണം. അവരെങ്ങനത്തവനാണ്, ഏത് രൂപത്തിലുള്ളവനാണ് എന്നൊന്നും നോക്കണ്ട. ഇതാണ് നമുക്കിടയിൽ ഒരു വലിയ വിശാലമായ ചിന്തയായിട്ട് വ്യാപിക്കുന്നത്. ആർക്കും എന്തും പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ശരിയാണ്, ഈ രാജ്യത്ത് ആർക്കും എന്തും പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ മതം പറയണമെങ്കിൽ, ഒരാളിൽ നിന്നും മതം കേൾക്കണമെങ്കിൽ അയാൾക്ക് ചില നിബന്ധനകളും യോഗ്യതകളും ഉണ്ടാകണം. അത് സലഫുകൾ സ്വീകരിച്ച സമീപനമാണ്. നോക്കൂ, ഹമ്മാദ് ഇബ്നു സയ്യിദ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറയാണ്, ദഖൽനാ അലാ അനസ് ഇബ്നു സിരീൻ, അനസ് ഇബ്നു സിരീന്റെ അടുത്തേക്ക് ഞങ്ങൾ പ്രവേശിച്ചു. ഫീ മറളിഹി, അദ്ദേഹം രോഗിയായി കിടക്കുമ്പോ അദ്ദേഹത്തെ കാണാൻ വേണ്ടി ഞങ്ങൾ അദ്ദേഹത്തിന്റെ അടുക്കിലേക്ക് പോയി. ഫഖാൽ, ഞങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹം പറയാണ്, ഇത്തഖുല്ലാഹ് യാ മഅ്ശറ ശബാബ്, അല്ലയോ യുവാക്കളുടെ സമൂഹമേ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. വൻദുറൂ അമ്മൻ തഅഖുദൂന ഹാദിഹിൽ അഹാദീസ്, ഈ ഹദീസുകളൊക്കെ ആരിൽ നിന്നാണ് സ്വീകരിക്കുന്നത്, അത് പറയുന്നവനെ നിങ്ങൾ ശ്രദ്ധിക്കണം, നോക്കണം. ഫഇന്നഹാ മിൻ ദീനിക്കും, കാരണം ഈ ഹദീസുകൾ എന്ന് പറയുന്നത് നിങ്ങളുടെ മതത്തിൽപ്പെട്ടതാണ്. തോന്നിയവന് പറയാനുള്ളതല്ല, ഒരു യോഗ്യതയും ഇല്ലാത്തവന് പറയാനുള്ളതല്ല. മതം പറയുന്നവന് കണിശമായ യോഗ്യത വേണമെന്നത് സലഫുകൾ തീരുമാനിച്ചതാ. നമ്മളാണ്
കുറെ ഡെമോക്രാറ്റിക് ആയി പോയത്, ജനാധിപത്യവാദികളായി പോയത്. നോക്കൂ, ജനാധിപത്യ പിന്നെ അവസ്ഥ എന്ന് പറയുന്നത്, ജനാധിപത്യ സംവിധാനം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിന്റെ സാമൂഹികാന്തരീക്ഷം നിയന്ത്രിക്കുന്ന ഒരു ഐഡിയോളജി മാത്രമാണ്. അത് നമ്മുടെ മതത്തിന്റെ അന്തരീക്ഷം നിയന്ത്രിക്കാനുള്ള ഐഡിയോളജി അല്ല ഡെമോക്രസി എന്ന് പറയുന്നത്. നമ്മളെ തലയിൽ കയറിയിരിക്കുന്നത് അങ്ങനെയാണ്. ആര് പറയുന്നതും കേൾക്കണം. അങ്ങനെ ആര് പറയുന്നതും കേൾക്കാൻ പാടില്ല. മതത്തിന്റെ കാര്യത്തിൽ പറയുന്നവന് ക്വാളിറ്റി വേണം. അത് സങ്കുചിതമല്ലേ ആ വീക്ഷണം സങ്കുചിതമല്ലേ? ഏത് പരിസരത്തിൽ നിന്നതിനളക്കുമ്പോ, ഈ പറഞ്ഞ ഡെമോക്രസിയുടെ പരിസരത്തിൽ നിന്ന് അളക്കുമ്പോൾ അത് സങ്കുചിതമാണ്. ഡെമോക്രസി എന്ന് പറഞ്ഞാൽ ആരാ? അതിന്റെ വീക്ഷണം എന്ന് പറഞ്ഞാൽ എന്താ? ഡെമോക്രസി എന്ന് പറഞ്ഞാൽ എന്തും പറയാൻ, എന്തു തോന്നിവാസവും പറയാൻ മനുഷ്യന് അനുവദിക്കുന്ന ഒരു ഐഡിയോളജിയാണ്. ആ ഐഡിയോളജിയുടെ അരിപ്പയിലിട്ടിട്ട് മതം പറയാനും ആരിൽ നിന്ന് മതം കേൾക്കണമെന്ന് തീരുമാനിക്കാനും ആ ആളുകൾക്കൊരു യോഗ്യത വേണമെന്ന അഭിപ്രായത്തെ എടുത്താൽ ചിലപ്പോ വിശാലത കുറഞ്ഞിരിക്കും. അത് നമ്മുടെ യാർഡ് സ്റ്റിക്കിന്റെ പ്രശ്നമാണ്, നമ്മുടെ പിന്നെ അളവുകോലിന്റെ പ്രശ്നമാണ്. അല്ലാതെ അള്ളാഹു സുബ്ഹാനഹു തആല പഠിപ്പിച്ച രീതിയുടെ പ്രശ്നമല്ല. നമ്മൾ അളന്ന് ശീലിച്ചൊരു ശീലമുണ്ട്, ആ ശീലത്തിനെതിരാ, അത്രേ ഉള്ളൂ. സലഫുകൾക്ക് അങ്ങനെയായിരുന്നില്ല. സലഫുകളെ സംബന്ധിച്ച്, സച്ചരിതരായ മുൻഗാമികളെ സംബന്ധിച്ച് മതം പറയുന്നു എന്ന് മാത്രമല്ല, മതം പറയണോനെ നോക്കണം. തോന്നിയവനൊന്നും ഇത് പറഞ്ഞാൽ കേട്ടിരിക്കാൻ പാടില്ല. യോഗ്യതയില്ലാത്തവൻ ഇത് പറഞ്ഞാൽ കേട്ടിരിക്കാൻ പാടില്ല. ഇമാം ളഹാഖ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയാണ്, ഇന്ന ഹാദൽ ഇൽമ ദീനുൻ, നിങ്ങളുടെ ഈ അറിവ് എന്ന് പറയുന്നത് ദീനാണ്. നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ അറിവ് എന്ന് പറയുന്നത് ദീനാണ്. ഫൻദുറു അമ്മൻ തഅഖുദൂനഹു, അതുകൊണ്ട് ആരിൽ നിന്നാണ് ദീൻ സ്വീകരിക്കുന്നത് എന്നത് നിങ്ങൾ നോക്കണം. ദീൻ പഠിപ്പിച്ചിരുന്നവൻ ആരാണെന്ന് നോക്കണം. അഹ്ലുൽ ബിദ്അയാണോ നോക്കണം, അഹ്ലുസ് സുന്നയാണോ നോക്കണം, അവൻ മുവഹിദാണോ നോക്കണം, അവനിൽ ശിർക്കുണ്ടോ നോക്കണം. ആരാ പറയുന്നത്? ഇമാം ളഹാഖ്. ഇനി ഇമാം മാലിക് പറഞ്ഞു. നോക്ക്, ഇമാം മാലിക് പറയുകയാണ്, ഖാലിദ് ഇബ്നു ഖിദാശ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറയാണ്, ലമ്മ വദ്ദഅതു മാലിക് ഇബ്നു അനസ് ഖാല ലി, ഞാൻ ഇമാം മാലിക്കിനോട് യാത്ര പറഞ്ഞു പോകാൻ പോകുന്ന സമയത്ത് അദ്ദേഹം എന്നോട് പറഞ്ഞു, എന്താ? ഇത്തഖുല്ലാഹ്, നീ അല്ലാഹുവിനെ സൂക്ഷിക്കണം ഖാലിദ്, നീ അല്ലാഹുവിനെ സൂക്ഷിക്കണം. പിന്നെയോ വൻദുർ മിമ്മൻ തഅഖുദൂന ഹാദ ശഅൻ, ഈ വിഷയങ്ങളെല്ലാം മതത്തെയാണ് ഉദ്ദേശിക്കുന്നത്. ഈ വിഷയങ്ങളെല്ലാം ആരിൽ നിന്നാണ് നീ സ്വീകരിക്കുന്നത് എന്നതും നീ സൂക്ഷിക്കണം. പടച്ചോനെ നീ സൂക്ഷിക്കണം. പിന്നെയോ മതം നിന്നെ പഠിപ്പിക്കുന്നവൻ ആരാണ് എന്നതും നീ സൂക്ഷിക്കണം. അവൻ എന്തും പറയാം, ഞാൻ നല്ലതെടുത്താൽ പോരെ, ഞാൻ ആറ്റിയാൽ പോരെ, ഞാൻ അതിനെ അരിച്ചാൽ പോരെ എന്ന് ചോദിക്കും ചില ആളുകൾ. ചിലപ്പോൾ നമ്മൾ അരിപ്പയിൽ അഹ്ലുസുന്നന്റെ അപ്പുറത്തേത് താഴേക്ക് വന്നേക്കും. അതാണ് പ്രശ്നം. ചിലപ്പോൾ നമ്മൾ ഫിൽട്ടർ ചെയ്തെടുക്കുമ്പോ ആര് പറഞ്ഞതും എന്ത് പറഞ്ഞതും കേൾക്കാം. നല്ലതെടുത്താൽ പോരെ, ഞാൻ അരിച്ചാ പോരെ എന്ന് പറയുന്നവർ മനസ്സിലാക്കിക്കോ, അവന്റെ ഫിൽറ്ററിന്റെ താഴേക്ക് ചിലപ്പോ ബിദ്അത്തും ളലാലത്തും കൂടി വന്ന് വീണേക്കും. അതുകൊണ്ടാണ് ഇമാമിങ്ങൾ, സലഫുകൾ, സഹാബിമാർക്ക് തൊട്ട് ശേഷം നിന്ന താബിഈങ്ങളുടെ നിലപാടാണ് ഈ പറയുന്നത്. താബിഈങ്ങളുടെ നിലപാട്. ഇനി സഹാബികൾ പറഞ്ഞതോ, അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയാണ്, അബി ശകീന മുജാശി ഇബ്നു ഖുത്ബ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയാണ്, സമിഅതു അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു, ഇമാം ഇബ്നു അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്നത് അദ്ദേഹം കേട്ടു. വഹുവ ഫീ മസ്ജിദിൽ കൂഫ, കൂഫയിലെ മസ്ജിദിൽ വെച്ച്, കൂഫയിലെ പള്ളിയിൽ വെച്ച് അലി ഇബ്നു അബി ത്വാലിബ് പറയുന്നത് കേട്ടു. എന്താ? ഉൻദുറൂ, നിങ്ങൾ നോക്കൂ. മുസ്ലിം സമൂഹത്തോട് അദ്ദേഹം പറയാ, ഉൻദുറൂ, നിങ്ങൾ നോക്കൂ, മിമ്മൻ തഅഖുദൂന ഹാദിഹിൽ ഇൽമ, ഈ ഇൽമ്, ഈ അറിവ് ആരിൽ നിന്നാണ് സ്വീകരിക്കുന്നത് എന്നത് നിങ്ങൾ നോക്കുക. ഫഇന്നമാ ഹുവ ദീനുൻ, ഫഇന്നമാ ഹുവ ദീനുൻ,
നിശ്ചയമായിട്ടും ഇത് ദീനാണ്, മതമാണ്. അപ്പൊ മതം പറയുന്നത് ആരാണ് പറയുന്നത് എന്നത് നോക്കണം. പറയുന്നവന് ക്വാളിറ്റി വേണം. പറയുന്നവന് ക്വാളിറ്റി ഇല്ലെങ്കിൽ അത് സ്വീകരിക്കാൻ പാടില്ല. കാരണം എന്താ? വഴികേടിന്റെ ആളുകൾ നമ്മളറിയാതെ നമ്മളെ വഴികേടിലേക്ക് കൊണ്ടുപോകും. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ വിശ്വാസികളെ, ഇൻ തുതീഉല്ലദീന കഫറൂ, സത്യനിഷേധികളായിട്ടുള്ള ആളുകളെ നിങ്ങൾ അനുസരിക്കുന്ന പക്ഷം, യറുദ്ദൂക്കും അലാ അഖാബിക്കും, നിങ്ങളുടെ മടമ്പുകാലുകളിലേക്ക് നിങ്ങളെ പിന്തള്ളി അവർ കൊണ്ടുപോകും. ഫതൻഖലിബു ഖാസിരീൻ, നിങ്ങളെ നഷ്ടക്കാരാക്കി അവർ മാറ്റിമറിക്കുകയും ചെയ്യും. സത്യനിഷേധികൾ അവരുടെ ന്യായങ്ങളാണോ നിങ്ങൾ കേൾക്കാൻ പോകുന്നത്? സത്യനിഷേധികളായിട്ടുള്ള ആളുകളുടെ തത്വശാസ്ത്രങ്ങളാണോ, അവരുടെ ഫിലോസഫികളാണോ നിങ്ങൾ കേൾക്കാൻ പോകുന്നത്? അതിനെ ചുറ്റിപ്പറ്റിയാണോ നിങ്ങളുടെ ഇൽമിന്റെ ആനന്ദം നിലകൊള്ളുന്നത്? എന്നാലും നിങ്ങൾ മനസ്സിലാക്കിക്കോ, യറുദ്ദൂക്കും അലാ അഖാബിക്കും, നിങ്ങൾ അവരുണ്ടല്ലോ മടക്കി കൊണ്ടുപോകും. ഏതൊരു കുഫറിൽ നിന്ന് നിങ്ങൾ ഈമാനിലേക്ക് വന്നോ, ആ ഈമാനിൽ നിന്ന് ഈ സത്യനിഷേധികൾ കുഫറിലേക്ക് നിങ്ങളെ മടക്കും. നമ്മൾ കേൾക്കുന്നത് അവന്റെ ഫിലോസഫി ആവും, നമ്മൾ കേൾക്കുന്നത് അവന്റെ തത്വശാസ്ത്രങ്ങളാകും, നമ്മൾ കേൾക്കുന്നത് അവന്റെ സയൻസ് ആകും. പക്ഷേ അത് മതവുമായി മുട്ടുന്ന, ആത്മീയതയുമായി മുട്ടുന്ന ഒരു തലമെത്തിയാൽ നമ്മൾ മനസ്സിലാക്കി അത് പറയാൻ അവന് അർഹതയില്ല, അത് അവനിൽ നിന്ന് കേൾക്കാൻ പാടില്ല. അള്ളാഹുവിനെ പറ്റി, ആത്മീയ നിയമങ്ങളെ പറ്റി, ഹറാമുകളെ പറ്റി, ഹക്കുകളെ പറ്റി, ബാത്തിലുകളെ പറ്റി, ഹലാലുകളെ പറ്റി അവന് പറയാൻ അർഹതയില്ല. അങ്ങനെ തന്നെ സ്വീകരിക്കണം. അവൻ ദുനിയാവ് പറഞ്ഞോട്ടെ, ദുനിയാവിന്റെ എല്ലാ കാര്യവും പറഞ്ഞോട്ടെ, അവന്റെ ബുദ്ധി അനുസരിച്ച്, അവന്റെ പഠനമനുസരിച്ച്, അവന്റെ എക്സ്പീരിയൻസ് അനുസരിച്ച് അവൻ പറഞ്ഞോട്ടെ, നമ്മൾ കേൾക്കും. പക്ഷേ അള്ളാഹു ഹറാമാക്കിയ കാര്യത്തെപ്പറ്റി അവൻ മുണ്ടിയാൽ, അവൻ സംസാരിച്ചു തുടങ്ങിയാൽ അപ്പൊ എഴുന്നേറ്റോളണം. കാരണം എന്താ? അത് പറയാൻ അവന് യോഗ്യതയില്ല, അത് പറയാനുള്ള അർഹതയില്ല. ആ അർഹതയില്ലാത്തവരെ നിങ്ങൾ പോയിന്റ് ചെയ്ത് പിൻ ഔട്ട് ചെയ്ത് വെക്കണം ജീവിതത്തിൽ. വിശ്വാസികളെ, അവർ പോയിന്റ് ചെയ്യണം. ഈ രാജ്യത്ത് അള്ളാഹു ഹറാമും ഹലാലുമാക്കിയ കാര്യങ്ങളെപ്പറ്റി സംസാരിക്കുന്നവർ, അവനൊക്കെ എന്ത് യോഗ്യതയുണ്ട് അടിവരിട്ട് വെക്കണം. അവനൊന്നും അത് പറയാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, അള്ളാന്റെ റസൂലിനോട് വിശുദ്ധ ഖുർആൻ പറയാ, വലൻ തർളാ അൻകൽ യഹൂദു വലൻ നസാറ, നസാറാക്കളും യഹൂദന്മാരും താങ്കളെ തൃപ്തിപ്പെടാൻ പോകുന്നില്ല നബിയെ, ഹത്താ തത്തബിഅ മില്ലതഹും, അവരുടെ മില്ലത്ത് പിൻപറ്റുന്നത് വരെ. റസൂലുള്ളാഹിന്റെ ഖുർആൻ പറയാ, താങ്കളെ യഹൂദന്മാരും നസാറാക്കളും തൃപ്തിപ്പെടാൻ പോകുന്നില്ല. അവരെടുത്ത് പോയി സുഖിപ്പിച്ചിരുന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. അവരോട് വലിയ വിട്ടുവീഴ്ചയുടെ, ആത്മീയമായ അധപതനത്തിന്റെ ഒരു വിട്ടുവീഴ്ച അവരോട് നടത്തിയിട്ട് കാര്യമില്ല. ഹത്താ തത്തബിഅ മില്ലതഹും, അവരുടെ മില്ലത്ത് നിങ്ങൾ സ്വീകരിക്കണവരെ നിങ്ങൾ അവരെ പറ്റി അവർ തൃപ്തിപ്പെടാൻ പോണില്ല. ഖുൽ ഇന്ന ഹുദല്ലാഹി ഹുവൽ ഹുദ, നബിയെ പറഞ്ഞു കൊടുക്ക്, ഹുദ എന്ന് പറഞ്ഞാൽ, സന്മാർഗം എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ സന്മാർഗമാണ്. വലഇൻ ഇത്തബഅത അഹ്വാഅഹും ബഅദല്ലദീ ജാഅക മിനൽ ഇൽമ്, നിനക്കറിവ് വന്നതിന് ശേഷം ഈ അഹ്ലി കിതാബിന്റെ, ഈ വേദക്കാരായിട്ടുള്ള ആളുകളുടെ ദേഹേച്ഛകളെയാണ് നീ പിൻപറ്റാൻ പോകുന്നതെങ്കിൽ, താങ്കൾ പിൻപറ്റാൻ പോകുന്നതെങ്കിൽ, മാലക മിനല്ലാഹി മിൻ വലിയ്യിൻ വലാ നസീർ, താങ്കൾക്ക് അല്ലാഹുവിൽ നിന്ന്, അവന്റെ ശിക്ഷയിൽ നിന്ന് താങ്കളെ രക്ഷപ്പെടുത്തുന്ന ഒരു സഹായകനെ, ഒരു വലിയനെ താങ്കൾക്ക് കാണാൻ കിട്ടില്ല നബിയെ എന്ന് അല്ല പറയാ. ആരോടാ പറഞ്ഞത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഖുർആൻ പറയാ, നബിയെ താങ്കൾ പിൻപറ്റേണ്ടത് നാട്ടിൽ അള്ളാഹു പറയേണ്ട കാര്യങ്ങളെപ്പറ്റി, മതത്തിന്റെ നിയമനിർദ്ദേശങ്ങളെപ്പറ്റി, ഹറാമു ഹലാലുകളെപ്പറ്റി, ഹക്ക് ബാത്തിലുകളെപ്പറ്റി വേദക്കാരൻ പറയുന്നത് കേട്ടിട്ട് അവിടെ ഇരിക്കണ്ട. വേദക്കാരൻ പറയുന്നത് കേട്ടിട്ട് ഇരിക്കണ്ട. അവരുടെ ചന്നിഷ്ടങ്ങൾ അതിലുണ്ട്, അവരുടെ തോന്നിവാസങ്ങൾ അതിലുണ്ട്, അവരുടെ കൈകടത്തലുകൾ അതിലുണ്ട്. അറിയാതെയെങ്കിലും നബിയെ താങ്കൾ അതിലേക്ക് ചാഞ്ഞു കഴിഞ്ഞാൽ
പിന്നെ പടച്ചവന്റെ ശിക്ഷയിൽ നിന്ന് താങ്കളെ രക്ഷിക്കുന്ന, താങ്കളെ തടുക്കുന്ന, താങ്കളെ ഒളിപ്പിച്ചു വെക്കുന്ന ഒരാളെയും കൂട്ടിന് കിട്ടാനില്ല നബിയെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാ ഖുർആൻ. എന്നാ പിന്നെ നമ്മളോടുള്ള ഗൗരവം എന്തായിരിക്കും? നമ്മളോടുള്ള താക്കീത് എന്തായിരിക്കും? അതുകൊണ്ട് വിശ്വാസികളെ നമ്മൾ മനസ്സിലാക്കിക്കോ, എല്ലാരും പറയുന്ന മതവും കേൾക്കാൻ നമുക്ക് പറ്റൂല. അള്ളാഹുവിന്റെ വാക്കുകൾ, ദീനിന്റെ കാര്യങ്ങൾ, ഹറാം ഹലാലുകൾ, ഹക്ക് ബാത്തിലുകൾ, മതപരമായ നിയമങ്ങൾ, അത് പറയാൻ ഒന്നാമത്തെ യോഗ്യത എന്താണെന്നറിയോ? അത് നിങ്ങൾ നോക്കിക്കോ. അതില്ലാത്തവന്റെ അടുത്തേക്ക് നമ്മൾ പോകണ്ട. ഒന്നാമത്തെ യോഗ്യത ശിർക്കില്ലാത്തവനായിരിക്കണം. ഇവിടെ ദീൻ പറയുന്നവനൊക്കെ അങ്ങനെയാണോ? നമ്മളെ രാജ്യത്ത് ദീൻ സംസാരിക്കുന്നവനൊക്കെ അങ്ങനെയാണോ? വിശുദ്ധ ഖുർആൻ പറഞ്ഞ് ഇത്തബിഅ മാ ഊഹിയ ഇലൈക് മിർ റബ്ബിക്. റസൂലുള്ളാഹിനോട് പറയാം, ഇത്തബിഅ, താങ്കൾ പിൻപറ്റുക, ഇത്തിബാ ചെയ്യുക, മാ ഊഹിയ ഇലൈക് മിൻ റബ്ബിക്, താങ്കളുടെ റബ്ബിൽ നിന്ന് താങ്കൾക്ക് വരുന്ന വഹീനെ താങ്കൾ പിൻപറ്റുക. ലാ ഇലാഹ ഇല്ലാ ഹുവ, ആ വഹി എന്താ? അവനല്ലാതെ ഒരു ആരാധ്യനില്ലാത്തവനായ റബ്ബ്. ആ വഹീന്റെ മർമ്മത, ആ വഹീന്റെ മർമ്മമതാണ്. അവനല്ലാത്ത ഒരു ആരാധ്യനില്ല. വഅഅ്രിൽ അനിൽ മുശ്രിക്കീൻ, ശിർക്ക് ചെയ്യുന്നവരിൽ നിന്ന് താങ്കൾ മുഖം തിരിച്ചു കളഞ്ഞേക്കണം. അവരിൽ നിന്ന് ഒഴിഞ്ഞു മാറിയേക്കണം. അവരിൽ നിന്ന് വിട്ടുപോയേക്കണം. ശിർക്കാരിലുണ്ടോ, ശിർക്ക് ആരിലുണ്ടോ അവനെ വിട്ടേക്കണം. അവൻ എന്തു പറഞ്ഞാലും അത് കേൾക്കാനിരിക്കരുത്. നല്ലതാണ് അവൻ പറയുന്നത്. അവൻ പറയുന്നതിൽ കാര്യമുണ്ട്. അവൻ പറയുന്നത് കുറെയൊക്കെ കേൾക്കാൻ പറ്റുന്നതാണ്. അങ്ങനല്ലേ നമ്മൾ വിചാരിക്കാറ്? അങ്ങനെ വിചാരിക്കണ്ട നബിയെ. വഅഅ്രിൽ അനിൽ മുശ്രിക്കീൻ, സമ്പൂർണമായിട്ട് ശിർക്ക് പൊക്കുന്നവർ, ശിർക്ക് പറയുന്നവർ, ശിർക്കിനോട് മൃദുല സമീപനം സ്വീകരിക്കുന്നവർ, അവരെ വിട്ടൊഴിഞ്ഞേക്ക് നബിയെ. പിന്നെ അവൻ പറയുന്നത് കേട്ട് കുത്തിരിക്കാൻ പാടില്ല. അവൻ പറയുന്നതിന് കേട്ട് അതിന് ചെവി കൊടുത്തിരിക്കാൻ പാടില്ല. അവന് എന്തില്ല? അള്ളാന്റെ ഹബിലില്ല. അള്ളാന്റെ ഹബിലില്ലാത്തവൻ എന്ത് വാഴ് പറഞ്ഞിട്ട് എന്ത് കാര്യം? അള്ളാന്റെ ഹബിലില്ലാത്തവൻ എന്ത് സന്മാർഗത്തെ പറ്റി പറഞ്ഞിട്ട് എന്ത് കാര്യമാണ്? എന്ത് കാര്യമാ? കാരണം വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഫമൻ യക്ഫുർ ബിത്താഗൂത്ത് വയുഅ്മിനു ബില്ലാഹ് ഫഖദ് ഇസ്തംസക ബിൽഉർവത്തിൽ വുസ്ക ലൻഫിസാമ ലഹാ വല്ലാഹു സമീഉൻ അലീം. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറ 256 ആയത്തിൽ അല്ലാഹ് പറഞ്ഞു, ഫമൻ യക്ഫുർ ബിത്താഗൂത്ത്, ആരാണ് താഗൂത്തുകളെ നിഷേധിക്കുന്നവർ? താഗൂത്തുകളെ തള്ളിപ്പറയണം. ആരാ താഗൂത്തുകൾ? പടച്ചവന് പുറമേ ആരാധനകളിലേക്ക് തിരിച്ചുവിടപ്പെട്ട ആരൊക്കെയുണ്ടോ, അള്ളാഹ്ക്ക് കൊടുക്കേണ്ടത് ഈ ഭൂമിയിൽ വേറെ ആർക്കൊക്കെ ഡിവൈഡ് ചെയ്ത് പോകുന്നുണ്ടോ, അവനൊക്കെയാണ് താഗൂത്ത്. ദുർമൂർത്തി എന്ന് പറയുമ്പോൾ നമ്മളെ മനസ്സിൽ മലയാളത്തിൽ പരിഭാഷപ്പെടുത്താൻ കഴിയുന്ന ഒരു പദം എന്ന നിലക്കാണ് താഗൂത്തിന് ദുർമൂർത്തി എന്ന് പറയാം. ഒരു വിഗ്രഹം മാത്രമാണ് നമ്മൾ വിചാരിക്കേണ്ട. അള്ളാഹുവിന് കൊടുക്കേണ്ട കാര്യങ്ങൾ സൃഷ്ടികളിലേക്ക് മാറ്റപ്പെടുന്ന അവസ്ഥ, അത് അങ്ങനെ മാറിയവൻ ആരൊക്കെയുണ്ടോ അതൊക്കെ താഗൂത്താണ്. അതൊരു ചരട് മുതൽ ഒരു വിഗ്രഹം വരെ അത് വന്നെത്തും. ഒരു ചരട് മുതൽ ഒരു വിഗ്രഹം വരെ വന്നെത്തും. അല്ലാഹ് പറഞ്ഞു, ഫമൻ യക്ഫുർ ബിത്താഗൂത്ത്, ആരാണ് ഈ താഗൂത്തിനെ കൈവടിയുന്നവർ, വയുഅ്മിനു ബില്ലാഹ്, എന്നിട്ട് മതി അവൻ അള്ളാഹുവിൽ വിശ്വസിക്കൽ. പടച്ചവന് പുറമെ ആരാധിക്കപ്പെടുന്ന, പ്രാർത്ഥിക്കപ്പെടുന്ന, സഹായം തേടപ്പെടുന്നവരെ മുഴുവൻ കൈവിട്ടിട്ട് മതി പടച്ചവനിൽ വിശ്വസിക്കുന്നത്. അങ്ങനെ വിശ്വസിക്കുന്നവൻ ഫഖദ് ഇസ്തംസക ബിൽഉർവത്തിൽ വുസ്ക, അവനാണ് ബലമുള്ള കയറിൽ പിടിച്ചവൻ, അള്ളാന്റെ ഹബലിൽ പിടിച്ചവൻ അവനാണ്. ലംഫിസാമ ലഹാ, അവന് പൊട്ടിപ്പോവില്ല, അവന്റെ ചരട് പൊട്ടിപ്പോവില്ല. കാരണം അവൻ താഗൂത്തുകളെ മുഴുവൻ തള്ളിപ്പറഞ്ഞിട്ട് അള്ളാഹുവിൽ വിശ്വസിച്ചവനാണ്. അള്ളാഹുവിൽ വിശ്വാസമുണ്ട്, ചില താഗൂത്ത് അവന്റെ നെഞ്ചിലുണ്ട്, പറ്റൂല, ആ കയറ് പൊട്ടിപ്പോകും. പൊട്ടാച്ച കയറ് പിടിച്ചവൻ ആരാ? ഒരിക്കലും മുറിഞ്ഞു പോകാത്ത കയറ് പിടിച്ചവൻ ആരാ? ഷഹിദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാ ഹുവ വൽ മലായിക വ ഉലുൽ ഇൽം. ആരാണ്?
മലക്കുകളാണ് ആ കയറ് പിടിച്ചത്. കാരണം അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് സാക്ഷ്യം പറഞ്ഞു. പിന്നെയോ വഉലുൽ ഇൽമ്, അറിവിൽ അടിയുറച്ചവർ അവരെന്ത് പറഞ്ഞു? അവരാ കയറിൽ പിടിച്ചു. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, നീ ആദ്യം അറിയേണ്ടത് പടച്ചവനല്ലാതെ ആരാധനക്കർഹനായിട്ട് ഒരാളുമില്ല എന്നത് നീ ആദ്യം അറിയണം. ആദ്യം നീ പറയണം, ആദ്യം നീ പ്രഖ്യാപിക്കണം. അത് പ്രഖ്യാപിച്ചെങ്കിലേ, അത് പ്രഖ്യാപിച്ചവനെ യോഗ്യതയുള്ളൂ. നോക്കൂ, നമ്മുടെ നാട്ടിൽ മതം പറയാൻ അവകാശമുള്ളവരാരൊക്കെയുണ്ട്? ഞാൻ ഒരൊറ്റ ഫത്വ വായിക്കാം. സൗദി അറേബ്യയിലെ 6 മഹാപണ്ഡിതന്മാർ, ഒരാളൊഴികെ ബാക്കി എല്ലാവരും വഫാത്തായി പോയി. 6 മഹാപണ്ഡിതന്മാർ ശിർക്ക് പോകുന്ന വഴിയെപ്പറ്റി നമുക്ക് പറഞ്ഞു തന്നു. പ്രാർത്ഥന പോകുന്ന വഴിയെപ്പറ്റി, ശിർക്കായ സഹായത്തേട്ടം പോകുന്ന വഴിയെപ്പറ്റി ആ 6 മഹാപണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിച്ചു. അവര് പറയുകയാണ്, ലിഅന്നൽ ഇസ്തിആനത ഇബാദത്തുൻ. ഇസ്തിആനത്ത് എന്ന് പറഞ്ഞാൽ, സഹായത്തേട്ടം എന്ന് പറഞ്ഞാൽ അത് ആരാധനയാണ്. ലാ യജൂസു സർഫുഹാ ലിഗൈരില്ലാഹ്, അത് അല്ലാഹു അല്ലാത്തവരിലേക്ക് തിരിച്ചുവിടപ്പെടാൻ പാടില്ല. ലാ മിനൽ ജിന്ന് വലാ മിനൽ ഇൻസ് വലാ മിനൽ മലായിക വലാ ഗൈരിഹിം, അത് അല്ലാഹു അല്ലാത്തവരിലേക്ക് പോകരുത്. ആരൊക്കെ? മനുഷ്യരിലേക്ക് പോകാൻ പാടില്ല, ജിന്നുകളിലേക്ക് പോകാൻ പാടില്ല, മലക്കുകളിലേക്ക് പോകാൻ പാടില്ല. വലാ ഗൈരിഹിം, ഇനി അവരല്ലാത്ത മറ്റാരെങ്കിലും ഈ ഭൂലോകത്ത് ഗൈബിയായ സഹായത്തേട്ടം അല്ലാഹു അല്ലാത്തവരിലേക്ക് തിരിക്കുന്ന താഗൂത്തുകളായിട്ടുള്ള ആരൊക്കെയുണ്ടോ അവരിലേക്കൊന്നും പോകരുത്. ഇല്ലാ മഅൽ ഖാദിരി അൽ ഹയ്യിൽ ഹാദിരി മിനൽ ഇൻസി ഫീമാ യഖ്ദിറു അലൈഹി, ജീവനുള്ള ഹാജറുള്ള മനുഷ്യനോട് അവന്റെ കഴിവിൽപ്പെട്ട കാര്യങ്ങളിൽ ചോദിക്കുന്ന സഹായത്തേട്ടമല്ലാത്ത മറ്റ് എല്ലാ സഹായത്തേട്ടങ്ങളും എവിടേക്ക് പോകാൻ പാടുള്ളൂ? അള്ളാഹുവിലേക്ക് മാത്രം. ഇത് നിലപാടാ. ഏത് സഹായത്തേട്ടെ അല്ലല്ലാത്തവരിലേക്ക് പോകാൻ പറ്റൂ? ഏത് സഹായത്തേട്ടം മാത്രമേ അള്ളാഹു അല്ലാത്തവരിലേക്ക് പോകാൻ പറ്റൂ? ഏത് സഹായത്തേട്ടം? ഇല്ല മഅൽ ഖാദിരി അൽ ഹയ്യിൽ ഹാദിരി മിനൽ ഇൻസി ഫീമാ യഖ്ദിറു അലൈഹി. നിങ്ങൾക്ക് അറിയാവുന്ന പദങ്ങളായിരിക്കും അതില്. ഇല്ല മഅൽ ഖാദിർ. ഖാദിർ എന്ന് പറഞ്ഞാൽ എന്താ? കഴിവുള്ളവനിലേക്ക്. അൽ ഹയ്യ്, ജീവനുള്ളവനിലേക്ക്. അൽ ഹാദിർ, തന്റെ മുൻപിൽ ഹാജറുള്ള. മിനൽ ഇൻസ്, മനുഷ്യരിൽ നിന്ന്. ഫീമാ യഖ്ദിറു, യാതൊന്ന് കഴിവ് നൽകപ്പെട്ടു. അലൈഹി, അതിന്റെ മേൽ. ഒരാൾക്ക് കഴിവ് നൽകപ്പെട്ട കാര്യങ്ങളിൽ ആ ആൾ ജീവനുണ്ടെങ്കിൽ, ഹാജറുണ്ടെങ്കിൽ, അയാളുടെ കഴിവിൽപ്പെട്ട കാര്യങ്ങളിൽ സഹായം തേടുന്ന സഹായത്തേട്ടമല്ലാതെ വേറെ ഒരു സഹായത്തേട്ടവും അല്ലാഹു അല്ലാത്തവരിലേക്ക് പോകൽ പാടില്ല. അത് ഇബാദത്താണ്. ഇങ്ങനെ പറഞ്ഞേ പറ്റൂ. ഒരു പിണക്കവും തോന്നിയിട്ട് കാര്യമില്ല, ഒരു പ്രയാസവും തോന്നിയിട്ട് കാര്യമില്ല. അത് ആർക്കും താല്പര്യമുള്ളവർ പുറത്തു പോകും എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. ഇതാണ് ഇസ്ലാമിന്റെ നിലപാട്. ഇങ്ങനെ പറയുന്നവരിൽ നിന്നല്ലാതെ നിങ്ങൾ ദീന് കേൾക്കരുത്. ഗൈബിയായ സഹായത്തേട്ടം അല്ലാഹു അല്ലാത്തവരിലേക്ക് പോയാൽ ശിർക്കല്ല, അത് ഇബാദത്തല്ല എന്ന് പറയുന്നവന് ദീൻ പറയാൻ അർഹതയില്ല. അവനിൽ നിന്ന് ദീൻ കേൾക്കാൻ നമുക്ക് പാടുമില്ല. സങ്കുചിതമാണോ? നിങ്ങൾക്ക് തോന്നും എന്തൊരു സങ്കുചിതമാണ് ഈ ചിന്ത. നിങ്ങൾ ഡെമോക്രസിയുടെ അരിപ്പയിലിട്ടാൽ ഇത് സങ്കുചിതമാണ്. നിങ്ങൾ സലഫുസ്സാലിഹീങ്ങളുടെ അരിപ്പയിലിട്ടാൽ ഇതാണ് ദീൻ. പറയുന്നവന് ഞാൻ ഇവിടെ നിന്ന് ഈ ഖുത്ബ പറയണമെങ്കിൽ, ഈ ഖുത്ബ നിങ്ങൾക്ക് കേൾക്കണമെങ്കിൽ, ഇവിടെ ഇരിക്കണമെങ്കിൽ എന്റെ നിലപാട് എന്തായിരിക്കണം? അല്ലാഹു അല്ലാത്ത ഒരാളിലേക്കും ഗൈബിയായ ഒരു സഹായത്തേട്ടം പോയാൽ അത് അല്ലാത്തവരോട് ചെയ്ത ഇബാദത്താണ് എന്ന് ഉറച്ചു വിശ്വസിക്കണം. അല്ല
ഞാൻ ചില ആളുകളിലേക്ക് പോകുന്നത് ഇബാദത്തല്ല എന്നാണ് വിചാരിക്കുന്നത്. ആരെ? നബിയിലേക്ക് പോയാൽ ഇബാദത്താവൂല, ഗൈബിയായ എന്റെ സഹായത്തേട്ടം. ഔലിയാക്കളിലേക്ക് പോയാൽ ഇബാദത്താവൂല, സ്വാലിഹീങ്ങളായിട്ടുള്ള മനുഷ്യരിലേക്കും ജിന്നുകളിലേക്കും പോയാൽ ഇബാദത്താകൂല, മലക്കുകളിലേക്ക് പോയാൽ ഇബാദത്താകൂല എന്ന് ഞാൻ എവിടെയെങ്കിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, എന്റെ ആദർശത്തിലും നിലപാടിലും ആ കാഴ്ചപ്പാടുണ്ടെങ്കിൽ, നിങ്ങൾ ഈ മിമ്പറിന്റെ താഴെ നിന്നും ഇറങ്ങിപ്പോയിക്കൊള്ളണം. ഇതാണ് മതം. പിന്നെ എന്നെ കേൾക്കാൻ നിങ്ങൾ ഇവിടെ ഇരിക്കരുത്. എനിക്ക് എന്ത് ക്വാളിറ്റി ഉണ്ടെങ്കിലും ശരി, ഞാൻ എങ്ങനെ ഖുതുബ പറഞ്ഞാലും ശരി, ഞാൻ എന്റെ റഫറൻസുകൾ അതിഭയങ്കരമായാലും ശരി, എന്നോട് നിങ്ങൾ വേണമെങ്കിൽ ഒരു പാട്ട് പാടിക്കോളാൻ പറഞ്ഞോളൂ, ഖുതുബ പറയണ്ട. കാരണം എന്താ? അത് ദീനാണ്, അത് ദീനാണ്. അതിനെപ്പറ്റി സംസാരിക്കേണ്ടത് ഇത്തരം ചിന്തയുള്ളവനല്ല. അതിനെപ്പറ്റി സംസാരിക്കേണ്ടത് ആരാണ്? ഉൻദുറൂ മിമ്മൻ തഅഖുദു ഹാദൽ ഇൽം ഫഇന്നമാ ഹുവ ദീനുൻ. കേട്ടോളൂ, നിങ്ങളുടെ മതത്തെ പറ്റിയിട്ട്, ഇൽമിനെ പറ്റി സംസാരിക്കുന്നവർ ആരാണെന്ന് നിങ്ങൾ നോക്കിയിട്ട് സ്വീകരിച്ചാൽ മതി. പറ്റാത്തവരാണ് പറയാൻ നിൽക്കണെന്ന് കണ്ടാൽ നിങ്ങൾ പൊയ്ക്കൊള്ളണം, അവരെ വിട്ടു പൊയ്ക്കൊള്ളണം. അലി ഇബ്നു അബി ത്വാലിബ് നമ്മളെ പഠിപ്പിച്ചത്. അള്ളാഹു കാക്കുമാറാകട്ടെ. അള്ളാഹു പൊരുത്തപ്പെട്ട, തൃപ്തിപ്പെട്ട, അള്ളാഹു നിശ്ചയിച്ച യോഗ്യതകളുള്ളവരിൽ നിന്ന് മാത്രം അവന്റെ മതത്തെ കേൾക്കാൻ നമുക്ക് അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി വസ്സലാത്തു വസ്സലാമു അലാ ഖാതമിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യിനൽ ഹബീബി മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ്. ഒന്ന്, കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നു, ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ട് റിവാർഡ് ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ നിർമ്മിക്കുന്ന ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ മസ്ജിദാണ്. ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകൾക്ക് അവർക്ക് ഖുതുബ കേൾക്കാനും ദീൻ പഠിക്കാനും മദ്രസ സംവിധാനം ഉപയോഗപ്പെടുത്താനും ഉള്ള അറേഞ്ച്മെന്റ്സോട് കൂടി ഉള്ള പള്ളി. നമ്മളൊരു പള്ളി, ഭിന്നശേഷിക്കാർക്ക് ഒരു പള്ളി എന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും അങ്ങനൊരു പള്ളി പണിതിട്ട് ഭിന്നശേഷിക്കാരൊക്കെ കൊണ്ടിരുത്താണെന്നാണ്. അല്ല, കണ്ണ് കാണാത്തവന് ദീനെത്തിക്കാൻ പറ്റുന്ന സംവിധാനങ്ങൾ അവിടെ ഒരുക്കിയിട്ടുണ്ടാവും. കാത് കേൾക്കാത്തവന് ഖുതുബ എന്താണ്, ദീൻ എന്താണ്, വഅള് എന്താണ്, മദ്രസ എന്താണ് എന്നവനക്ക് മനസ്സിലാക്കാനുള്ള സംവിധാനങ്ങൾ സാങ്കേതികമായി ഒരുക്കിയിട്ടുണ്ടാവും. അങ്ങനെ ഉള്ള ആളുകൾക്കാണ് അങ്ങനെയുള്ള സംവിധാനങ്ങളോട് കൂടിയുള്ള പള്ളി. അതുകൊണ്ടാണ് ആ പള്ളിക്ക് ചെലവേറി വരുന്നത്. അതിന് വേണ്ടുന്ന ഒരുപാട് സംവിധാനങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ചിലപ്പോൾ ചില ഭിന്നശേഷിക്കാരെ പ്രത്യേകം ഇൻഡിവിജ്വലായിട്ട് അവരെ പരിഗണിച്ച് അവർക്ക് അവരുടെ പാർപ്പിടങ്ങളിൽ തന്നെ പ്രത്യേക സംവിധാനങ്ങൾ ഒരുക്കേണ്ടി വരും. അപ്പോൾ അതിനുള്ള എല്ലാ സെറ്റപ്പോട് കൂടിയാണ് അവിടെ പള്ളി നിർമ്മിക്കുന്നത്. ആ പള്ളിയിലേക്ക് നമ്മൾ ഓരോരുത്തരുടെയും സദക്കകൾ സ്വീകരിച്ചുകൊണ്ടാണ് ആ പള്ളി നിർമ്മിക്കുന്നത്. നിങ്ങൾക്ക് കഴിയുന്ന സംഭാവനകൾ ചെയ്യുക. ഒരു മുസല്ലക്ക് 18,000 രൂപയാണ് നമ്മൾ കഴിഞ്ഞ ഖുതുബയിൽ സൂചിപ്പിച്ചിരുന്നു. ഒരാൾ അവിടെ നിസ്കരിക്കാൻ 18 രൂപ നമ്മൾ കൊടുത്താൽ അത് നടക്കും. നമ്മുടെ സദക്ക കൊണ്ട്, നമ്മുടെ സക്കാത്ത് കൊണ്ട് അവിടെ ഒരു മനുഷ്യൻ, ഒരു ഭിന്നശേഷിക്കാരനായ മനുഷ്യൻ, നമുക്ക് ദീൻ കേൾപ്പിക്കാൻ പറ്റാതിരുന്ന, കാത് കേൾക്കാത്തൊരു മനുഷ്യൻ, ആ മനുഷ്യന് ദീൻ കേൾപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നൊരു സംവിധാനം അവിടെ ഉണ്ടാവുകയാണ്. കേരളത്തിലെ എല്ലാ ഭിന്നശേഷിക്കാരായ ആളുകളും അവിടേക്ക് വരാനും ദീൻ പഠിക്കാനുള്ള അവസരം ഒരുക്കുകയും ചെയ്യാണ്. ആ സംരംഭവുമായിട്ട് സഹകരിക്കുക. മറ്റൊരു കാര്യം, നമ്മുടെ ചില സഹോദരങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ മരണപ്പെട്ടു പോയിരുന്നു. അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും ലഭിക്കുന്നതിനും വേണ്ടി നിങ്ങൾ ഓരോരുത്തരും ദുആ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല കഴിഞ്ഞ ദിവസങ്ങളിൽ മരണപ്പെട്ടു പോയ നമ്മുടെ ബന്ധുമിത്രാദികൾ, നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ സഹപ്രവർത്തകർ, നമ്മുടെ നേതാക്കന്മാർ, നമ്മുടെ മതത്തിലെ ദീനിലെ സഹോദരന്മാർ, അവർക്കെല്ലാം മരണപ്പെട്ടു പോയ അവർക്കെല്ലാം മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ ഖബർ അല്ലാഹു വിശാലമാക്കുമാറാകട്ടെ. സ്വർഗ്ഗത്തിൽ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മളെയും അവരെയും അല്ലാഹു ഒരുമിപ്പിക്കുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല രൂപത്തിൽ അവൻ്റെ മതം പഠിക്കുന്ന
ഏറ്റവും നല്ല രൂപത്തിൽ ആ മതം പ്രാക്ടീസ് ചെയ്യുന്ന, ഏറ്റവും നല്ല രൂപത്തിൽ ആ പ്രാക്ടീസിന് പ്രതിഫലം ലഭിക്കുന്ന വിശ്വാസികളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. وآخر دعوانا الحمد لله رب العالمين والصلاة والسلام على خاتم الأنبياء.